പോലീസ് അന്വേഷിക്കുന്ന ഉള്ളിൽ കഴിഞ്ഞ പ്രതി ഇതിപ്പോ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി തിരിച്ചോട് ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കുന്നവർ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. നോക്കട്ടെ, പോലീസിന് ജോലി ചെയ്യും, ഇത്ര എനിക്ക് പറയാനുണ്ട്. അവർക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പോലീസിന് ജോലി ചെയ്തോളൂ. എറണാകുളം ജില്ലയിലുള്ളത് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നായികയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ മൂവാറ്റുപുഴ പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചോളും. അവർ ചെയ്തിട്ട് എനിക്കറിയില്ല, ഞാനൊന്നും അന്വേഷിക്കാം. എത്രയോ പ്രതികളുടെ കാര്യങ്ങൾ നാട്ടിൽ നടക്കാറുണ്ട്, അതൊക്കെ നമുക്ക് എല്ലാം അന്വേഷിക്കേണ്ട കാര്യമാണ്. ഈ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം അവരെ കണ്ടെത്തുന്ന കാര്യത്തിൽ നേവിയുടെയോ അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടോ? അല്ല, ഈ നമ്മുടെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അതാരെങ്കിലും കാണാതായി പോവുകയാണെങ്കിൽ അപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്, നേവി, അതോടൊപ്പം തന്നെ മറ്റ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം എല്ലാം നമ്മൾ തേടാറുള്ളതാണ്. എപ്പോഴും അത് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം രണ്ടുപേരെ മൂന്ന് പേരെ കാണാതായിട്ടുണ്ട്. അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ കടല് വളരെ പ്രക്ഷുബ്ധമാണല്ലോ ആയിരുന്നല്ലോ ഈ സമയത്തെ. ആ സമയം ഏതായാലും അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഞാൻ ഇന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി. അങ്ങനെയല്ല, നമ്മളിപ്പോൾ പല ഘട്ടങ്ങളിലും ഇതുപോലെ ആളുകൾ കടലിൽ പോകുമ്പം കാണാതായിട്ടുണ്ട്. ഏറ്റവും ദൗർഭാഗ്യകരമായ വേദനാജനകമായ സംഭവമാണ്. ആ വേദന ഉണ്ടാകുമ്പോൾ അവരെന്തെങ്കിലും പറയുന്നതിന് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ അവരെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റ് പരമാവധി അവരെ കണ്ടെത്താനും ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരെ അറ്റാക്ക് ചെയ്യാത്തത്? എല്ലാവരെയും അറ്റാക്ക് ചെയ്ത്. ഞാൻ ഈ തുഫാൻ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാനിരിക്കുകയാണ്. തുഫാൻ ഒരു ഘട്ടത്തിലേക്ക് പിന്നെ ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോകുന്നത്. ഈ വളരെ വിജയകരമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിന് വളരെയേറെ സഹായമാണ് നൽകുന്നത്. പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഓപ്പറേഷൻ തുഫാനിന് വൻപിച്ച പിന്തുണയാണ് നൽകുന്നത്. അതിൻ്റെ പ്രയോജനം ഇന്ന് കാണുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഈ മയക്കുമരുന്ന് ഒട്ടും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. ഓണമാകുമ്പം കുറെ കൂടി ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ എല്ലാ ഏജൻസികളും ഈ ഓണക്കാലത്ത് ശക്തമായി തന്നെ ഇത് നിയന്ത്രിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്ത ഘട്ടം ഓണം കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത ഒരു 6 മാസത്തെ ഒരു കർമ്മ പരിപാടിയാണ്. ഞാൻ വേറെ എങ്ങും പറഞ്ഞില്ല. 6 മാസത്തെ കർമ്മ പരിപാടിയാണ് അത് ഇടാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്.